ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വെള്ളപ്പത്തിന് അരി അരച്ച് വെക്കാൻ പോവുകയാണ്. നമുക്കത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അതിന് വേണ്ടി പച്ചരി കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, പച്ചരി 2 ഗ്ലാസ്, ഒരു മുറി തേങ്ങ, ഒരു 4 ടേബിൾ സ്പൂൺ ചോറ്. ഇതെല്ലാം നമുക്കിട്ടിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന ഈസ്റ്റ് 1 ടീസ്പൂൺ പഞ്ചസാര അത്രയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരയണം, കരിയില്ലാതെ വെള്ളം പാകത്തിന് ചേർത്താണ് അരയ്ക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പം അത് അരിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിപ്പോൾ രാവിലേക്ക് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഒരു രാത്രി ഇരിക്കും. അങ്ങനെ നമ്മൾ അരച്ച് പാകാക്കിയിട്ടുണ്ട്. ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നില്ല ഞാനിപ്പതിൽ. അത് രാവിലെ ചുടാൻ നേരത്ത് ആണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ഇട്ട അളവ് പറഞ്ഞില്ല. ഈസ്റ്റ് ഒരു 4 ടീസ്പൂണ് ഇത്രയും ചേർത്ത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വൈറ്റ് പീസ് കറി വെക്കാൻ പോവാണ്. വൈറ്റ് പീസ്, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മതി. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അതാ നമ്മൾ അത് വേവാൻ വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വെന്ത് പാകമായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചൂടാക്കി എടുത്തതിന് ശേഷം കടുകും കറിവേപ്പിട്ട് കടുകിൽ നമുക്ക് വറുത്ത് വെക്കാം. അങ്ങനെ മക്കളെ, നമ്മൾ അരച്ച് വെച്ച വെള്ളമാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാനുള്ളത് നോക്കാം. നമ്മളെ വെള്ളപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ പച്ചത്തേങ്ങയാട്ടോ കൂട്ടിയെ. അപ്പോൾ പച്ചത്തേങ്ങ കൂട്ടിയാൽ നന്നായി സോഫ്റ്റായി കിട്ടും. പച്ചത്തേങ്ങ കൂട്ടിയെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.